ഈ ഒരു വ്യക്തി നമുക്ക് എല്ലാവർക്കും ഒരു അപരിചിതനായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഒരു പെണ്ണ് മൂലം സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വന്ന ഒരു വക്താവാണില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും, ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം ചെയ്തു എന്ന ആരോപണത്താൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. വെറും ആരോപണത്താൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അവൾ ചെയ്തു വെച്ചേക്കുന്ന വീഡിയോയിൽ പുള്ളി എന്താണ് കാണിച്ചതെന്നുള്ളൊരു കോമൺ സെൻസ് ഉള്ള മനുഷ്യൻ മനസ്സിലാക്കാൻ പറ്റും. അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരുന്നു, അവളെ ബസ്സിൽ വെച്ച് അവളെ തൊള്ളയിൽ പഴമല്ലുമായിരുന്നു അവൾക്ക് പിടിച്ച് പറയാനായിട്ട്. അല്ലെങ്കിൽ ആ ബസ്സിൽ ഡ്രൈവറുണ്ട് അല്ലെങ്കിൽ കണ്ടക്ടറുണ്ട്, അത്രയും ആൾക്കാരുണ്ട്. ആ ബസ്സിൽ വെച്ച് അവൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അതിക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അവൾ ആ സ്പോട്ടിൽ പറയണം, അപ്പോൾ പോലീസ് സ്റ്റേഷനിലോട്ട് പോകണം. അല്ലാതെ സോഷ്യൽ മീഡിയയിലിട്ട് റീച്ച് വാങ്ങിക്കാനല്ല അവൾ ചെയ്യേണ്ടത്. ഇതിനെപ്പറ്റിയൊന്നും ആരും ചോദിക്കില്ല. കാരണം മരിച്ചതിനാണല്ലേ. കുറേ ഫെമിനിസ്റ്റ് ടീമുകളുണ്ടല്ലോ, അവൾമാരെയൊന്നും അനക്കം പോലും ഇല്ല. അവളെയൊക്കെ വാങ്ങി കമ്പ് വെച്ച് നോക്കണമായിരിക്കും, തുറന്നു നോക്കണമായിരിക്കും അവൾമാരുണ്ടോ ഇല്ലയെന്നല്ല. ഒരാളാണ് മരിച്ചത്, ആർക്കും ചോദിക്കാനും ഇല്ല, പറയാനും ഇല്ല. ഒരു മനുഷ്യൻ്റെ ജീവൻ പോയപ്പോൾ അവൾക്ക് സമാധാനമായി. അവൾക്ക് റീച്ചും കിട്ടി, വീഡിയോയ്ക്ക് എല്ലാം കിട്ടി, അവളെല്ലാം തികഞ്ഞവള്. അവൾ ഈ സമത്വം വേണം അല്ലെങ്കിൽ ഈക്വാലിറ്റി വേണമെന്നും പറഞ്ഞ് വാവിടിച്ച് ഫുള്ള്